അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ. എല്ലാവർക്കും നമസ്കാരം. 2025 ജനുവരി 28 ശുക്രൻ ഉച്ചരാശിയായ മീനൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. 2025 മെയ് മാസം 31 വരെ അത് തുടരും. ഈ മാറ്റം 3 രാശിക്കാരായ നാളുകാർക്ക് വളരെയേറെ ഗുണം ചെയ്യുന്ന സമയമായിരിക്കും. ഒരുപക്ഷെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാമായിരിക്കും, അത് സമ്പത്ത്, ഭാഗ്യം, ഐശ്വര്യം ഇതെല്ലാം ലഭിക്കുന്ന സമയമാണെന്നുള്ളത്. ഇത്രയും അധികം ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും നമുക്ക് തരുന്ന ശുക്രൻ എന്ന ഗ്രഹം മീനൻ രാശിയിൽ അതിൻ്റെ എല്ലാ അനുഗ്രഹത്തോടും കൂടിയായിരിക്കും വന്നു നിൽക്കുന്നത്. ഇത് ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അവർ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും ഈ സമയത്ത് നടന്നിരിക്കും. അതായത് വർഷങ്ങളായിട്ട് നിങ്ങൾ ഒത്തിരി ശ്രമിച്ചിട്ട് നടക്കാതിരുന്ന നിങ്ങളുടെ ജീവിത അഭിലാഷങ്ങൾ ഈ സമയത്ത് നടന്നിരിക്കും. വളരെയേറെ അത്ഭുതകരമായ നേട്ടങ്ങളായിരിക്കും ഇനി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത്. ആ ഭാഗ്യകരമായ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നും എന്തൊക്കെയായിരിക്കും അവർക്ക് ലഭിക്കാൻ പോകുന്ന കാര്യങ്ങളെന്നൊക്കെയാണ് ഇന്ന് ഞാൻ ഈ എപ്പിസോഡിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഞാൻ പറയുന്ന ഈ 3 രാശിക്കാരിലുള്ള ആളുകാർക്ക് ജനുവരി മാസം 28 മുതൽ മറ്റുള്ള ഉയർച്ചകളോടൊപ്പം തന്നെ മഹാഭാഗ്യവും ധനലാഭവും ആണ് വന്നു ചേരാൻ പോകുന്നത്. പക്ഷേ പ്രധാനപ്പെട്ടൊരു കാര്യം, ഈ ഭാഗ്യം ജനുവരി 28 മുതൽ 5 മാസം വരെ മാത്രമേ ഇവർക്ക് ഈ സമയം ഉള്ളൂ എന്നുള്ളതാണ്. നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും ലഭിക്കില്ല, അല്ലെങ്കിൽ ഒരിക്കലും കിട്ടില്ല എന്ന് വിചാരിച്ച പല കാര്യങ്ങളും, അതായത് ചില ആഗ്രഹങ്ങളും ചില കാര്യങ്ങളും ജോലി സംബന്ധമായ കാര്യമാണോ എന്തായാലും അത് ഈ സമയത്തുള്ളിൽ ലഭിച്ചിരിക്കും. അതിന് ഒരു മാറ്റമില്ല. അപ്പോൾ ഈ 2025 ജനുവരി മാസം 28 മുതൽ ഈ യോഗം ലഭിക്കാൻ പോകുന്ന രാശിക്കാരിൽ ആദ്യത്തെ രാശിക്കാർ മേടൻ രാശിക്കാരാണ്. മേടൻ രാശിയിലെ അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർക്കാണ് ഈ സൗഭാഗ്യങ്ങളൊക്കെ വരുന്നത്. മേടൻ രാശിയിലെ ഈ നാളുകാർക്ക് ഒത്തിരി ഐശ്വര്യങ്ങളായിരിക്കും ഇനി വരാൻ പോകുന്നത്. കാരണം മേടൻ രാശിയിലെ 11ാം ഭാവത്തിലാണ് ശുക്രൻ സംക്രമണം നടത്തുന്നത്. ഭാഗ്യം ഇവരുടെ കൂടെ ഈ സമയത്തുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ഈ 5 മാസക്കാല അളവിനുള്ളിൽ ലോട്ടറി എടുക്കുന്നത് വളരെ നല്ല കാര്യമായിരിക്കും. കാരണം ഈ സമയത്ത് നിങ്ങൾക്ക് ഒത്തിരി ഭാഗ്യം ലഭിക്കുന്ന സമയമാണ്. അതുകൊണ്ടാണ് ലോട്ടറി എടുക്കാൻ പറയുന്നത്. നിങ്ങൾക്ക് സാമ്പത്തിക പുരോഗതി ലഭിക്കാൻ പോകുന്ന സമയമാണ് ഇനി വരുന്നത്. അതുകൊണ്ട് ഈ രാശിയിലുള്ള ആളുകാർ സാമ്പത്തികം ഏത് വഴിയിലുണ്ടോ, അതായത് ഞാൻ ഉദ്ദേശിച്ച ചീത്ത വഴിയല്ല, അല്ലാതെ നേരായ മാർഗത്തിൽ സാമ്പത്തികം ലഭിക്കുന്ന എന്തെങ്കിലും വഴികളുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായി മുന്നോട്ട് പോയിക്കോളൂ. നിങ്ങൾക്ക് ശുക്രഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. അതുപോലെ നല്ല സാമ്പത്തിക അഭിവൃദ്ധി തീർച്ചയായും ലഭിച്ചിരിക്കും. അതുപോലെ തന്നെ ഇപ്പം ഉദ്യോഗം തന്നെ ചെയ്യുന്ന സർക്കാർ ഉദ്യോഗസ്ഥരാണെങ്കിൽ തന്നെ അവർക്ക് ഉദ്യോഗ കയറ്റം ലഭിക്കും. നിങ്ങൾക്ക് ബോണസ് കിട്ടായിരുന്ന ബോണസ് അത് ലഭിക്കും. അങ്ങനെ ഏത് രീതിയിലാണെങ്കിലും നിങ്ങൾക്ക് സാമ്പത്തികം വന്നു ചേരും. ചിട്ടി വീഴും. ഇപ്പോൾ KSF ചിട്ടി, അതുപോലെ വലിയ വലിയ ചിട്ടികളുണ്ടെങ്കിൽ ചിട്ടി വീഴും. അപ്പം എങ്ങനെ ആയാലും നിങ്ങൾക്ക് സാമ്പത്തികം വന്നു ചേരും. ബിസിനസ് ചെയ്യുന്നവർക്ക് അതിൽ നിന്നും പടിപടിയായി ഉയർച്ച ഈ 5 മാസത്തിനുള്ളിൽ നടക്കും. ഭയങ്കര ബിസിനസ്, നിങ്ങൾക്ക് ഓർഡർ ലഭിക്കും, വലിയ രീതിയിൽ കച്ചവടം നടക്കും. അങ്ങനെ നല്ല രീതിയിൽ ബിസിനസ്സുകാർക്ക് ഭയങ്കര ഇതായിരിക്കും, നല്ല സമയമായിരിക്കും. ഈ രാശിയിലെ നാളുകാരുടെ മക്കൾക്ക് നല്ല സമയമാണ്. അതായത് സന്താനങ്ങൾക്ക് ഗുണം വരാൻ പോകുന്നു എന്ന് തന്നെ കാര്യം മനസ്സിലായില്ലേ? അതായത് മക്കളുടെ വിദ്യാഭ്യാസത്തെ ഓർത്ത് ജോലിയെ ഓർത്തൊക്കെ വിഷമിച്ചിരുന്ന ഈ നാളുകാരിലുള്ള മാതാപിതാക്കൾക്ക് ഇനി ആ മക്കളെ ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല.
കാരണം അവർക്ക് നല്ല ജോലിയും നല്ല വിദ്യാഭ്യാസവും ഒക്കെ ലഭിക്കും. പഠിത്തത്തിലൊക്കെ നല്ലതായിരിക്കും. എക്സാമൊക്കെ നല്ല രീതിയിൽ എഴുതി പാസ്സായി നല്ല ഉയർന്ന മാർക്കോടുകൂടി ജയിക്കാനും ഒക്കെ നല്ല സമയമായിരിക്കും. അതുകൊണ്ട് മക്കളെ ഓർത്തിരിക്കേണ്ട ഈ നാളുകാർ, വിഷമിച്ചിരുന്ന നാളുകാർക്ക് നല്ല സമയം ഇനി വരാൻ പോകുന്നത്. നല്ല മനസ്സമാധാനം ലഭിക്കുന്ന സമയമാണ്. കാരണം മക്കൾക്ക് നല്ല സമയം വന്നു കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കും നല്ല മനസ്സമാധാനം ലഭിക്കുമല്ലോ. പിന്നെ ജോലിയിൽ നല്ല പുരോഗതി ഉണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല. എന്തുകൊണ്ടും നല്ല സമയമാണ് ഇനി ഇവർക്ക് വരാൻ പോകുന്നത്. ഇനി രണ്ടാമതായി 2025 ജനുവരി 28 മുതൽ ജീവിതത്തിൽ സകല സൗഭാഗ്യം വരാൻ പോകുന്ന രാശിക്കാർ ധനുരാശിക്കാരാണ്. ധനുരാശിയിലെ മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാർക്കാണ് ഈ ഭാഗ്യം ലഭിക്കാൻ പോകുന്നത്. ശുക്രൻ ധനുരാശിയുടെ 4-ാം ഭാവത്തിലാണ് മീനത്തിലേക്ക് സംക്രമണം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ നാളുകാർക്ക് ജനുവരി 28 മുതൽ 5 മാസത്തേക്ക് ജീവിതത്തിലെ ഏറ്റവും നല്ല മനോഹരമായ സമയമായിരിക്കും. അവരാഗ്രഹിച്ച വാഹനങ്ങളും വസ്തുവകകളും വീടും എല്ലാം സ്വന്തമാക്കിയിരിക്കും. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ തൊഴിൽ ചെയ്യുന്നവർക്ക് നല്ല സമയമാണ് ഇനി വരാൻ പോകുന്നത്. അവരാഗ്രഹിച്ച വിലയിൽ തന്നെ സ്ഥലങ്ങൾ വിൽക്കാനും വാങ്ങാനും സാധിക്കും. അതുപോലെ തന്നെ വാഹനങ്ങൾ സ്വന്തമാക്കുന്ന സമയമായിരിക്കും ഈ കാലയളവിൽ. കുടുംബത്ത് മനസ്സമാധാനം ഉണ്ടായിരിക്കും. അതാണല്ലോ ഏറ്റവും അത്യാവശ്യം. അതുകൊണ്ട് നല്ല സാമ്പത്തികം വന്നു കഴിയുമ്പോൾ തന്നെ പകുതി മനസ്സമാധാനം വരും. നല്ല സന്തോഷകരമായ ഒരു ജീവിതമായിരിക്കും ഈ കാലയളവിൽ. അത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുവന്ന് നോക്കണം കേട്ടോ. ഈ സമയത്ത് കിട്ടുന്ന ഒരു ചാൻസും കളയരുത്. ബിസിനസ്സും ജോലി എന്തായാലും സമ്പത്ത് വരാൻ പോകുന്ന ഒരു ചാൻസും കളയല്ല. അതുപോലെ ആരോഗ്യപരമായി നല്ല അവസ്ഥ വന്നു തരും. അസുഖങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടാകത്തില്ല. ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അത് ഈ സമയത്ത് മാറിയിരിക്കും. അടുത്തതായി ശുക്രൻ്റെ മീനൻ രാശിയിലേക്കുള്ള പ്രവേശനത്തോടു കൂടി മാറ്റം വരാൻ പോകുന്നത് മീനൻ രാശിക്കാർ തന്നെയാണ്. മീനം രാശിയിലെ ലഗ്നഭാവത്തിലാണ് ശുക്രൻ രാശിമാറ്റം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ മീനൻ രാശിക്കാരുടെ ജീവിതത്തിൽ വളരെ ഉയർച്ചയായിരിക്കും നടക്കാൻ പോകുന്നത്. ഇനി സന്തോഷത്തിൻ്റെയും മനസ്സമാധാനത്തിൻ്റെയും നാളുകളായിരിക്കും ഇവർക്ക് ഉണ്ടാവുക. ഇത്രയും കാലം കട്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ നിറഞ്ഞ ഈ രാശിക്കാരുടെ ജീവിതത്തിൽ ഈ വരാൻ നല്ല സമാധാനവും ഐശ്വര്യവും എല്ലാം കടന്നു വരികയാണ്. പല കാര്യങ്ങളിലും തടസ്സങ്ങൾ നേരിട്ടിരുന്ന ഇവർക്ക് ഇനി അതെല്ലാം മാറും. അതായത് ഇത്രയും നാളും തടസ്സമായിരുന്നു. എന്ത് ചെയ്താലും അവിടെ എല്ലാം നിന്നും മുടങ്ങി പോകുമായിരുന്നു. അതൊക്കെ മാറി നല്ല ഉയർച്ചയ്ക്ക് ഇനി വരാൻ പോകുന്നത്. തൊഴിൽ മേഖലയിൽ നല്ല ഉയർച്ചയുണ്ടാവും. അതുപോലെ കലാകാരന്മാർക്ക് വളരെ നല്ല സമയമാണ്. അതായത് എന്തെങ്കിലും പ്രൊജക്റ്റുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം നടക്കും. സിനിമ സംബന്ധമായോ അല്ലെങ്കിൽ സീരിയൽ സംബന്ധമായോ, അതുപോലെ നാടകത്തിൽ അഭിനയിക്കുന്നവരാണെങ്കിൽ അവർക്ക് നല്ല പ്രോഗ്രാമുകളും കാര്യങ്ങളും നല്ലൊരു കമ്പനിയിൽ നിന്ന്, നാടക കമ്പനിയിൽ നിന്ന് അവർക്ക് വലിയൊരു അങ്ങനെ എല്ലാ കലാകാരന്മാർ, ഡാൻസ്, എല്ലാ കലാകാരന്മാർക്കും നല്ല സമയമായിരിക്കും ഈ വരാൻ പോകുന്നത്. അതുപോലെ പുതിയ ജോലി കിട്ടാൻ ഈ സമയത്ത് ഒത്തിരി സാധ്യതയുണ്ട്. ജോലി കിട്ടാതെ നിന്നവർക്ക് ഈ സമയത്ത് നല്ല ജോലി കിട്ടും. അപ്പം അങ്ങനെ നല്ല സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും. അപ്പം മനസ്സമാധാനം ഉണ്ടാകും. സർക്കാർ സർവീസിൽ ജോലി ചെയ്യുന്നവർക്കാണെങ്കിൽ അവർക്കൊരു പ്രൊമോഷൻ ഈ സമയത്ത് ലഭിക്കും. ജനുവരി 28 മുതൽ 5 മാസത്തേക്ക് ജീവിതത്തിൽ ഉയർച്ച നേടുന്ന ഈ 3 രാശിക്കാരെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. എല്ലാവർക്കും നല്ല ഐശ്വര്യവും സമ്പത്തും എല്ലാം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.